കേരളത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന ഭാവിയാണ് വി ഡി സതീശൻ. ഒരു പ്രതീക്ഷയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത്. അത് നാളെ അതിൻ്റെ തീരുമാനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം തന്നെ അതിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഒരു കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ വേറെ ആളുടെ പേരോ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങൾ ഇനി മനസ്സിലാക്കുക? UDF നേതാക്കന്മാരെ, സീനിയർ താരങ്ങളെ, ആരോടും ദേഷ്യങ്ങളോ പരാതികളോ ഇല്ല. വി ഡി സതീശൻ എന്നുള്ളത് ഒരു ലീഡറാണ്, അദ്ദേഹം ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും അത് അംഗീകരിക്കാനും അത് അനുസരിച്ച് ജോലികൾ ചെയ്യാനും ഒരുപാട് ആളുകളുടെ വെയിറ്റിങ്ങിലാണ്. വി ഡി സതീശൻ തന്നെ ആണ് മുഖ്യമന്ത്രി. നാളെ എന്തായാലും തീരുമാനം ഉണ്ടായിരിക്കും. മറ്റന്നാൾ സത്യപ്രതിജ്ഞ നടന്നിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടലുകൾ. CK വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ നമുക്ക് ഒരു എന്താ പറയുക, ഒരു എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടും നേതൃത്വം എന്ന നിലയിൽ വി ഡി സതീശനാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഞാൻ പല ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഞാൻ പല ജില്ലകളിലും പോയിരുന്ന വെച്ചതാണ്. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും താല്പര്യം ഈ പറയുന്ന പോലെ വി ഡി സതീശനായിരുന്നു. അതുപോലെ മാത്രമല്ല വി ഡി സതീശൻ തന്നെയാണ്. വി ഡി സതീശൻ വരികയാണെങ്കിൽ മതപരമായിട്ടുള്ള എല്ലാവരുടെയും ഐക്യങ്ങളും അതുപോലെ എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകാനും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് പറ്റുമെന്നുള്ള ഒരു നേതാവ് വി ഡി സതീശൻ മാത്രമാണ്. സീനിയറായിട്ടുള്ള നേതാക്കന്മാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടി വി ഡി സതീശനായിരിക്കും ഈ പ്രാവശ്യം എന്തായാലും അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആവാൻ യോഗ്യൻ.